ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായം സാഖ്യയോഗ. സാഖ്യയോഗയിലെ 20 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 21-ാമത്തെ ശ്ലോകം. വേദ അവിനാശിനം നിത്യം യ ഏന അജമവ്യയം കഥം സ പുരുഷഃ പാർത്ഥ കം ഖായദതി ഹന്തികം. അർത്ഥം നോക്കാം. വേദ അറിയുന്നവൻ, അവിനാശിനം നാശമില്ലാത്തത്, നിത്യം നിത്യമായത്, യ ആര് ഏനം അത്, അജം ജനിച്ചിട്ടില്ലാത്തത്, അവ്യയം അവസാനിക്കാത്തത്, കഥം എങ്ങനെ, സ അത്, പുരുഷ മനുഷ്യൻ, പാർത്ഥ പാർത്ഥൻ, കം ആരെ, ഘാതയതി ഘാതകനായി, ഹന്തി കൊല്ലുന്നു, കം ആരെ. ശ്ലോകാർത്ഥം നോക്കാം. ഹേ പാർത്ഥ, ഇവൻ നാശമില്ലാത്തവനും നിത്യനും അജനും അവ്യയനുമാണ് എന്ന് നീ അറിയുക. അങ്ങനെയുള്ള മനുഷ്യൻ, അങ്ങനെയുള്ള പുരുഷൻ ആരെ എങ്ങനെ കൊല്ലിക്കുന്നു, ആരെ എങ്ങനെ കൊല്ലുന്നു? ഭഗവാൻ അർജുനനോട് ഇങ്ങനെ പറയുന്നു. അല്ലയോ അർജുന, ഏതൊരാൾ ഒരു കേടുപാടും വരാത്തവനും നാശമില്ലാത്തവനും ജനിക്കാത്തവനും ഒരിക്കലും ഒരു കുറവും വരാത്തവനുമായ ആ ആത്മാവിനെ അറിയുന്നുവോ? ആരാണോ അങ്ങനെ ആത്മാവിനെ അറിയുന്നവൻ, ആ മനുഷ്യൻ എങ്ങനെ ആരെ കൊല്ലിക്കാനാണ്? അവൻ ആരെയാണ് കൊല്ലുന്നത്? അവൻ എങ്ങനെ കൊല്ലാൻ സാധിക്കും എന്ന് പറയുകയാണ്. കൃഷ്ണൻ കൊല്ലിക്കുന്നുവെന്നോ അർജുനൻ കൊല്ലുന്നുവെന്നോ ധരിക്കുന്നുണ്ടെങ്കിൽ അത് അജ്ഞതയുടെ ഭാഗമാണ് എന്ന് അറിയുക. ആത്മാവ് അത് ശാശ്വതമാണ്. ആത്മാവിനെ ഒരിക്കലും ആർക്കും തന്നെ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ആത്മാവ് ജനിക്കാത്തതും അതുകൊണ്ട് തന്നെ മരിക്കാത്തതുമാണ്. അങ്ങനെ ഒരിക്കലും ജനിക്കാത്തതും മരിക്കാത്തതുമായ ആ ആത്മാവിനെ ആർക്കാണ് കൊല്ലാൻ സാധിക്കുന്നത്? ഞാൻ നിന്നെ കൊണ്ട് കൊല്ലിക്കുന്നു എന്ന് ധരിക്കുന്നതും നീ കൊല്ലുന്നു എന്ന് ധരിക്കുന്നതും നിന്നാൽ കൊല്ലപ്പെടുന്നു എന്ന് ധരിക്കുന്നതും അജ്ഞതയുടെ ഭാഗം മാത്രമാണ് എന്നാണ് വീണ്ടും വീണ്ടും ഭഗവാൻ അർജുനനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇതാണ് 21-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്നത്. അതായത് വിഷമിക്കരുത്, യുദ്ധം ചെയ്യുക തന്നെ ചെയ്യണം. നീ ആരെയും കൊല്ലുന്നില്ല, നിന്നാലാരും കൊല്ലപ്പെടുന്നുമില്ല. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.